ദേവീ ശരണം. പൂരപ്പെരുമയുടെ ആസ്ഥാനമായ തൃശൂർ നഗരത്തിൽ നിന്നും തെക്ക് കിഴക്കായി പുഴയും മലയും വയലുകളാലും ക്ഷേത്ര സംസ്കാരവും ഗ്രാമഭംഗിയും ഒത്തിണങ്ങിയ തൃക്കൂർ ഗ്രാമം. ചരിത്രാതീത കാലം മുതൽ മനനത്തിലൂടെ ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ച അനേകം ഋഷിവര്യന്മാർ തപസ്സനുഷ്ഠിച്ച പുണ്യസ്ഥലം. നന്മ പുലരുന്ന ഈ ഗ്രാമത്തിൽ ദേവീ ചൈതന്യത്തിനു പെരുമ നേടിയിട്ടുള്ള പുണ്യപുരാതന ക്ഷേത്രമാണ് മതിക്കുന്ന് ഭഗവതി ക്ഷേത്രം. എല്ലാ ജാതിമതസ്ഥർക്കും പ്രവേശിക്കാം എന്നുള്ളത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവീ വിഗ്രഹവും ശ്രീകോവിലും സമർപ്പിച്ചത് ക്രിസ്തുമതത്തിൽപ്പെട്ട ഒരു ദേവീ ഭക്തനാണെന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സമർപ്പിച്ചത് മുസ്ലിം ഭക്തനാണെന്നതും ഇവിടെ സ്മരണീയമാണ്. സർവമത സാഹോദര്യത്തിന്റെ പ്രതീകമാണ് ഈ ക്ഷേത്രമെന്നത് നമുക്ക് ഏറെ അഭിമാനകരമാണ്. ഗണപതി, ശാസ്താവ്, വേട്ടക്കരൻ, വീരഭദ്രൻ, സുബ്രഹ്മണ്യൻ എന്നീ ഉപദേവന്മാരും ചുറ്റുമതിലിനു പുറത്ത് മുത്തപ്പൻ, സർപ്പക്കാവ്, ബ്രഹ്മരക്ഷസ് എന്നീ പ്രതിഷ്ഠകളും വടക്കുഭാഗത്ത് ഗുരുതിത്തറയുമുണ്ട്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണിത് എന്ന സവിശേഷതയും ഈ ക്ഷേത്രത്തിനുണ്ട്. കാര്യസിദ്ധി പൂജയ്ക്കിരിക്കുന്നവർ രസീതിനൊപ്പം ദക്ഷിണ വച്ച് ആചാര്യൻ ചൊല്ലിത്തരുന്ന മന്ത്രങ്ങൾ ഏറ്റുചൊല്ലി പൂജ നടത്തണം. പൂജ കഴിഞ്ഞാൽ ഇലയും പൂവും പീഠത്തിൽ സമർപ്പിച്ച് ദക്ഷിണ ഭണ്ഡാരത്തിലിട്ട ശേഷം കർപ്പൂരവും ചന്ദനത്തിരിയും ആരതി ഉഴിഞ്ഞ് ഹോമകുണ്ഡത്തിൽ സമർപ്പിക്കേണ്ടതാണ്. കാര്യസിദ്ധി പൂജയുടെ പ്രസാദമായി ലഭിക്കുന്ന നാണയവും മഞ്ഞൾപ്പൊടിയും വീട്ടിലെത്തിയതിനു ശേഷം വേർതിരിച്ച് സൂക്ഷിക്കുക. നാണയത്തിലൊന്ന് ദേഹരക്ഷയ്ക്കായി കയ്യിൽ സൂക്ഷിക്കുന്നത് ഉത്തമം. ശേഷിക്കുന്നവയിൽ ഓരോ നാണയം പൂജാമുറിയിലും തൊഴിൽ സ്ഥാപനങ്ങളിലും വാസ്തുദോഷ നിവാരണത്തിനായി വീടിന്റെ 4 മൂലകളിലും സ്ഥാപിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി കുറിതൊടുന്നതിനും സേവിക്കുന്നതിനും ഉത്തമമാണ്. വ്യക്തിയുടെ പേരിൽ മാത്രമല്ല, കുടുംബത്തിന്റെയും ബിസിനസ് സ്ഥാപനത്തിന്റെയും വാഹനത്തിന്റെയും പേരിൽ കാര്യസിദ്ധി പൂജ നടത്താവുന്നതാണ്. മാണിക്യവീണ ഉപലാളയന്തി മദാലസ മഞ്ജുള വാഗ്വിലാസ മാഹേന്ദ്ര നീലദ്വിതി കോമളാംഗിം മാതംഗകന്യാ മനസാ സ്മരാമി. വരദയായി മതിക്കുന്നിൽ സാമോദമമരുന്നു പ്രകൃതിയാം ജനനീ വിഗ്രഹത്തിൽ. വരദയായി മതിക്കുന്നിൽ സാമോദമമരുന്നു പ്രകൃതിയാം ജനനീ വിഗ്രഹത്തിൽ. അന്നത്താൽ നിലനിൽക്കും ഈ ജീവപ്രപഞ്ചത്തിൽ പൊങ്കാലയേകാൻ
തീർത്ഥം പൂകി. ഹലോ, എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാൻ ഹൈദരാബാദിൽ നിന്നാണ്. ഇതെൻ്റെ വൈഫ് മിനി. നമസ്കാരം. ഞങ്ങള് ഈ മതിക്കുന്ന് ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 കൊല്ലമായി. ഞങ്ങളുടെ ബന്ധു പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് ആദ്യമായിട്ട്. അതെ, അന്ന് തൊട്ടിട്ട് പക്ഷെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങള് പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. എന്നാലും 1-2 അനുഭവങ്ങൾ പറയാം. ഒന്നാമത്തേത്, ഞങ്ങളുടെ മോള് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് MS കോഴ്സിന് അവൾക്ക് ജർമ്മനി പോകാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ വിസ കിട്ടാൻ ഭയങ്കരമായിട്ട് ഡിലേ ആയി. അത് ഭയങ്കര ഒരു ടെൻഷനായി. അവിടെ ജർമ്മനിയിൽ ക്ലാസ്സും തുടങ്ങി. പിന്നെ അവർക്ക് വിസ ഓരോ കാരണം ഇങ്ങനെ ഡിലേ ആയതുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് തിരുമേനിയെ വിളിക്കും, ഞങ്ങള് ഉപദേശിക്കും. പിന്നെ ഇവിടെ വരും. ഇവിടെ വന്നെല്ലാം വഴിപാട് ചെയ്യും. അമ്മേനെ കാൽക്കല് വീണ് കരഞ്ഞിട്ടുണ്ട്, ഞങ്ങള് പ്രാർത്ഥിക്കാറുണ്ട്. അതെ, അങ്ങനെ ഒരു പ്രാവശ്യം വന്ന് തിരിച്ചു പോണ വഴിക്കാണ് ഞങ്ങൾ ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തുമ്പോഴാണ് മോളുടെ മെസ്സേജ് വന്നത്. വിസ കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കിട്ടി. ഇവിടുന്ന് പോയി ഹൈദരാബാദ് എയർപോർട്ടിൽ ഇറങ്ങി മോള് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വിസ കിട്ടിയേച്ചാ അമ്മേ മെയിൽ വന്നു. ഇതൊക്കെ ഒരു അത്ഭുതമാണ്. അമ്മയുടെ കടാക്ഷാണ് ഇതൊക്കെ. അത് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ നീ പറയും. പിന്നെ മോന് ഇതേപോലെ ബിടെക് കഴിഞ്ഞിട്ട് MS വേണോ MTech വേണോ എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അവൻ ഓൾമോസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോഴും ഇതേപോലെ ഞങ്ങള് ഇവിടെ വന്നു. തിരുമേനിയുടെയും അമ്മയുടെയും ഉപദേശം അനുസരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. അതേ ആ ഒരു അനുഗ്രഹത്തില് മോൻ അവസാനം MTech ചേരാന്ന് തീരുമാനിച്ചു. തിരുമേനിയും പറഞ്ഞു അതന്നെയാണ് മോന് നല്ലത് ഭാവിയിലേക്ക് എന്ന് പറഞ്ഞ് മോനും സമ്മതിച്ചു അമ്മയുടെ അനുഗ്രഹത്തും കൊണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ മോനെ MTech ചേർത്തി, IIT മദ്രാസിലെ MTechന് ചേർത്തി വരികയാണ്. ഇന്നും ഞങ്ങൾ ഒരു ചെറിയൊരു ദുഃഖം കൊണ്ടാണ് വന്നിരിക്കുന്നത് അമ്മയുടെ മുമ്പില്. അമ്മ അത് സാധിച്ചു തരും ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരോടും പറയും, ഇത് ഒരു എന്താ പറയണേ, ഒരു അത്ഭുതം. ഇത് 2 ആയിട്ടുള്ളൂ. ഇതുപോലൊരു ആയിരക്കണക്കിന് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വർണ്ണിക്കാൻ നമുക്ക് വാക്കുകളില്ല ശരിക്കും. അതെ, ഇവിടെ വന്ന് അമ്മയുടെ കാലില് വീണ് കരഞ്ഞാൽ അത് ഉറപ്പാണ്. അത് അമ്മ അനുഗ്രഹിക്കും. അത്രേ ഉള്ളൂ പറയാനുള്ളൂ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ.